ഇപ്പോൾ ഈ കല്ലറ നിൽക്കുന്ന സ്ഥലത്തെ സംഘർഷാവസ്ഥ അല്ലെങ്കിൽ പ്രതിഷേധത്തിന്റെ ഒരു അവസ്ഥ മാറിക്കഴിഞ്ഞു. നാട്ടുകാർ ഇപ്പോൾ ഇത് പൊളിക്കണം എന്ന ഉറച്ച തീരുമാനത്തിൽ തന്നെയാണ് അല്ലേ? അതെ സ്മൃതി, അങ്ങനെയുള്ള തീരുമാനത്തിൽ തന്നെയാണ്. കാരണം കഴിഞ്ഞ ദിവസം ഈ വിവരം നാട്ടുകാർ അറിയുന്നത് അടുത്ത ദിവസം, അതായത് വെള്ളിയാഴ്ച രാവിലെയോടുകൂടി ഈ പോസ്റ്ററുകൾ വന്നപ്പോഴാണ്. അന്ന് തന്നെ ഈ നാട്ടുകാർ പോലീസിനെ വിവരം അറിയിക്കുകയും ഇവിടെ എത്തി ഈ വിഷയം ചോദിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അവർക്ക് കൃത്യമായൊരു മറുപടി കിട്ടിയില്ല. ഈ പറയുന്നത് പോലെ സമാധി ആയതുകൊണ്ട് തന്നെ അത് നാട്ടുകാരോട് വിവരം അറിയിക്കരുത് എന്ന് അച്ഛൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാണ് ഗോപൻ സ്വാമിയുടെ ഇളയ മകനായ രാജസേനൻ പറഞ്ഞിരുന്നത് എന്നതാണ്. അത്തരത്തിലുള്ളൊരു വിചിത്രവാദമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ ഏതായാലും നാട്ടുകാർ പറയുന്നത് ഇതിലെ ദുരൂഹതയുടെ ചുരുൾ അഴിയണം എന്ന കാര്യം തന്നെയാണ്. കാരണം അവർ പറയുന്ന ചില സംശയങ്ങൾ, മൂത്ത മകന്റെയും ഇളയ മകന്റെയും മൊഴികളിലെ വൈരുദ്ധ്യങ്ങളുണ്ട്. അങ്ങനെ നാട്ടുകാരോട് പറയാത്ത സാഹചര്യമുണ്ട്. മരണം സ്ഥിരീകരിച്ചത് എങ്ങനെയെന്നുള്ളതുണ്ട്. അങ്ങനെ നിരവധി ചോദ്യങ്ങൾ ഇപ്പോഴും ബാക്കിയാണ്. ഇനി മറ്റൊരു കാര്യം പറയുന്നത്, ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ ഇത് സമാധിയായി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നടപടിയും എടുത്തില്ല എങ്കിൽ ആർക്ക് വേണമെങ്കിലും ഇങ്ങനെ കൊലപാതകം നടത്തിയോ അങ്ങനെ ഒരു സമാധിയായി എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇതുപോലെ ഇതേ തരത്തിലുള്ള കാര്യങ്ങൾ ആവർത്തിക്കില്ലേ എന്ന ചോദ്യമാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉയരുന്നത്. അതുകൊണ്ട് തന്നെ സത്യാവസ്ഥ പുറത്തു വരിക എന്ന ആവശ്യം തന്നെയാണ് നാട്ടുകാർ ഉയർത്തുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നെയ്യാറ്റിൻകര പോലീസിന് പരാതിയും നൽകിയിരിക്കുന്നത്. നിലവിൽ ഈ മാൻ മിസ്സിംഗ് എന്ന നിലയിലാണ് പോലീസ് കേസ് എടുക്കുകയും ചെയ്തത്. അന്ന് തന്നെ അടുത്ത ദിവസം തന്നെ ഈ രണ്ട് മക്കളുടെയും മൊഴി രേഖപ്പെടുത്തിയിരുന്നു. അതിനുശേഷം തന്നെ പോലീസ് പറഞ്ഞിരിക്കുന്നത്, അതായത് കലക്ടർക്ക് നൽകിയ റിപ്പോർട്ടിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് കൃത്യമായി ഇതിൽ ദുരൂഹതയുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ് സത്യാവസ്ഥ എന്ന് അറിയണമെങ്കിൽ ഈ കല്ലറ പൊളിച്ചു മാറ്റേണ്ടത് അത്യാവശ്യമാണ്. ഒപ്പം തന്നെ മൃതദേഹം പുറത്തെടുത്തുകൊണ്ട് ഈ പോസ്റ്റ്മോർട്ടം നടപടിക്ക് വിധേയമാക്കണം. അതിനുശേഷം മാത്രമാണ് മരണം എപ്പോൾ സംഭവിച്ചു, അത് എങ്ങനെ സംഭവിച്ചു എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ എന്നതാണ്. ഏതായാലും അത് തന്നെയാണ് നാട്ടുകാർ ഉറച്ചു പറയുന്നത്. ഇപ്പോൾ ഈ തുടക്കത്തിലൊന്നും തന്നെ നമ്മൾ ഇത്തരത്തിൽ ഹിന്ദു ഐക്യവേദിയോ അല്ലെങ്കിൽ ഈ ക്ഷേത്രസഭയുടെ സമിതിയോ ഒന്നും തന്നെ ആദ്യം കണ്ടിരുന്നില്ല. പക്ഷേ 2 ദിവസം പിന്നിട്ട് ഈ കല്ലറ പൊളിക്കുമെന്നായതോടുകൂടിയാണ് ഇത്തരത്തിൽ ചില ആളുകൾ വന്നുകൊണ്ട് വർഗീയ പരാമർശം നടത്തുന്നത് എന്ന ആരോപണം കൂടി നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉയരുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും നിലവിൽ ഇതിലെ ദുരൂഹത കെട്ടഴിയണമെങ്കിൽ കല്ലറ പൊളിച്ചു മാറ്റി തന്നെ പരിശോധന നടത്തേണ്ടതുണ്ട് എന്നതാണ്. ഏതായാലും നാടകീയമായ രംഗങ്ങളായിരുന്നു ഈ ആറാലമൂട് ഈ ഭാഗത്ത് നമ്മൾ രാവിലെ മുതൽ കണ്ടുകൊണ്ടിരുന്നത്. നിലവിൽ ശാന്തമായിട്ടുണ്ട്. നേരത്തെ സബ് കളക്ടർ പറഞ്ഞതുപ്രകാരം വീട്ടിലുള്ള ഈ 2 മക്കൾ, ഈ ഗോപൻ സ്വാമിയുടെ 2 ആൺമക്കളും ഇവരുടെ അഭിഭാഷകരും ഒപ്പം തന്നെ ഹിന്ദു ഐക്യവേദിയുടെ ചില ആളുകളും ഒക്കെ നെയ്യാറ്റിൻകര പോലീസ് സ്റ്റേഷനിൽ ചർച്ചയ്ക്ക് പോയിട്ടുണ്ട്. പക്ഷേ സബ് കളക്ടർ പറഞ്ഞതുപോലെ നിയമപരമായ രീതിയിൽ തന്നെ ഇതിൽ മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്നതാണ്. ഇന്നല്ലെങ്കിൽ നാളെ ഇത് പൊളിച്ചു മാറ്റിക്കൊണ്ട് തന്നെ എന്താണ് മരണകാരണമെന്ന് അറിയേണ്ടതുണ്ട്. പ്രധാനമായും ഇതിൽ വലിയ രീതിയിലുള്ള ദുരൂഹത നിൽക്കുന്നുണ്ട്. ഇപ്പോഴും നിയമവശങ്ങളോ അല്ലെങ്കിൽ പൊതുസമൂഹത്തോട് ബോധ്യപ്പെടുത്തേണ്ട ചില കാര്യങ്ങളോ ഉണ്ടെന്ന് പറയുമ്പോൾ പോലും അത് സ്വീകരിക്കാനോ ഉൾക്കൊള്ളാനോ വീട്ടുകാർക്കോ അല്ലെങ്കിൽ ചിലർക്കോ കഴിയുന്നില്ല എന്നൊരു പ്രശ്നം കൂടി ഇതിലുണ്ട് എന്നതാണ്. അതിൽ വിശ്വാസത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ തന്നെ ഇത് പൊളിക്കണമെന്നാവശ്യപ്പെട്ടപ്പോൾ തുടക്കത്തിൽ ഇതിനോട് സഹകരിക്കുമെന്നായിരുന്നു വീട്ടുകാർ പറഞ്ഞിരുന്നത്. പക്ഷേ അത് കഴിഞ്ഞ് ഇന്ന് ഈ 3-4 ദിവസം കഴിഞ്ഞ് ഇപ്പോൾ ഇന്ന് എത്തുമ്പോഴേക്കും അത് സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രതിഷേധമാണ് നമ്മൾ ഈ കല്ലറയുടെ മുന്നിൽ അടക്കം കാണുകയും ചെയ്തത്. അതുകൊണ്ട് അവർ പറയുന്നത് ഇത് പാവനമായൊരു സ്ഥലമാണ്, പരിശുദ്ധമായ ഒരിടമാണ്, ഇത് പൊളിച്ചു മാറ്റിയാൽ ഏതെങ്കിലും തരത്തിലുള്ള ശക്തി നഷ്ടപ്പെടും, അതിൻ്റെ പവിത്രത നഷ്ടപ്പെടുമെന്നുള്ള വിശ്വാസത്തിൽ കലർത്തിയുള്ള ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അതിനെ പ്രതിരോധിക്കാനുള്ള ശ്രമമാണ് ഈ വീട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്നതാണ്. പക്ഷേ ഈ തൊട്ടയൽവാസിയായ ആളുകൾ പോലും പറയുന്നത് ചില സംശയങ്ങൾ ഇതിലുണ്ട് എന്നതാണ്. ഈ സംശയങ്ങൾക്ക് ഈ ദൂരീകരിക്കേണ്ട ആവശ്യകത അത് ഈ അന്വേഷണ സംഘത്തിനുണ്ട് എന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് അന്വേഷണം നിയമപരമായി തന്നെ അതിൻ്റെ രീതിയിൽ മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്ന് അന്വേഷണ സംഘവും ഒപ്പം തന്നെ ഈ കലക്ടറും ജില്ലാ കലക്ടറും സബ് കലക്ടറും ഒക്കെ തന്നെയും വിവരം അറിയിക്കുകയും ചെയ്യുന്നത്. ഏതായാലും കല്ലറ പൊളിച്ചുകൊണ്ട് മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടപടി നടത്തിക്കൊണ്ട് അതിലൊരു വ്യക്തത വരുത്തുക എന്ന രീതി തന്നെയാണ് പോലീസിന്റെ മുന്നിലുള്ളത്. അതിൻ്റെ ആവശ്യം തന്നെയാണ് ഒരു കൂട്ടം നാട്ടുകാരും ഈ ആവശ്യപ്പെടുകയും ചെയ്യുന്നത്. പക്ഷേ ഇത്തരത്തിലുള്ളൊരു പ്രതിഷേധം ശക്തമാകുന്ന ഒരു പശ്ചാത്തലത്തിൽ സംഘർഷാവസ്ഥ മാറ്റി നിർത്തേണ്ടതുണ്ട് എന്നതാണ്. നേരത്തെ പോലീസ് ഈ സബ് കളക്ടർ പറഞ്ഞതുപോലെ ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ നടക്കുന്നത് കൊണ്ട് തന്നെ ഇത്തരത്തിലൊരു സംഘർഷാവസ്ഥ ആദ്യം പരിഹരിക്കപ്പെടേണ്ടതുണ്ട്. നിലവിൽ നേരത്തെ ഈ കല്ലറയ്ക്ക് ചുറ്റിലുമായി ചില സാരിയും ഒപ്പം തന്നെ ടാർപോളിനും ഒക്കെ കെട്ടിയായിരുന്നു ആദ്യം അളവൊക്കെ തന്നെയും എടുക്കുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ ആക്കാൻ പറ്റില്ല എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു. കാരണം കൂടുതൽ ആളുകൾ ഈ സ്ഥലത്തേക്ക് ഇരച്ചു കയറുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അത് നാളെ ആണെങ്കിൽ പോലും ഇത് സംഘർഷ സാധ്യത ഉണ്ടാക്കും, അത് മറ്റൊരു തരത്തിലേക്ക് കാര്യങ്ങൾ കടക്കുമെന്നുള്ളത് തന്നെയാണ് പോലീസിന്റെ കണക്കുകൂട്ടൽ. അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു സംവിധാനം ഈ കല്ലറയ്ക്ക് ചുറ്റും ഉണ്ടാക്കുക എന്നത് തന്നെയാണ്. അതായത് ആളുകൾ അങ്ങോട്ടേക്ക് കടക്കാതിരിക്കാൻ കൂടുതൽ സംവിധാനങ്ങൾ ഒരുക്കേണ്ടതുണ്ട് എന്നതാണ്. കൃത്യമായി അതിന് മറച്ചു വെച്ചുകൊണ്ട്
അത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തേണ്ടതുണ്ട് എന്നതാണ് ശരി. സബ് കളക്ടർ ഗോപൻ എന്ന പറഞ്ഞിരിക്കുന്നത്. വയോധികന്റെ മരണത്തിലെ ദുരൂഹത നീക്കുക എന്നുള്ളത് തന്നെയാണ് അതിൽ ഉള്ള മറുപടിയായി ലഭിക്കേണ്ട കാര്യം. അതിനാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. അതിനാണ് ഇപ്പോൾ പോലീസ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്.